മാമ്പഴത്തിൻ്റെ കാലം ആണ്. ഇഷ്ടംപോലെ മാങ്ങ നാട്ടിലായാലും വീട്ടിലാണെങ്കിലും മാർക്കറ്റിലാണെങ്കിലും ഇഷ്ടം പോലെ മാങ്ങകൾ, അതായത് മാമ്പഴം കിട്ടുന്നുണ്ട്. പച്ചയായാലും പഴുത്തതായാലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ മാങ്ങ വെച്ചിട്ട് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കുമോ ആ വിഭവങ്ങളൊക്കെ നമുക്ക് ഈ സമയത്ത് നമുക്ക് തയ്യാറാക്കാം. മാങ്ങ ഉണക്കിയത്, മാങ്ങ പച്ചടി, മാമ്പഴ പുളിശ്ശേരി, പിന്നെ മാമ്പഴത്തിൻ്റെ ജാം, പച്ചമാങ്ങ വെച്ചിട്ട് തന്നെ പലതരം കറികൾ, ചെമ്മീനും മാങ്ങയും, അങ്ങനെയൊക്കെ കുറേ നമുക്ക് മാങ്ങ കൊണ്ട് ചെയ്യാൻ പറ്റും. ഈ പഴുത്ത മാങ്ങ കൊണ്ടും ചെയ്യാം, പച്ചമാങ്ങ കൊണ്ടും ചെയ്യാം. അപ്പോൾ പച്ച മാങ്ങ സാധാരണ ഉപ്പിട്ട് ഉണക്കിയിട്ട് ഇങ്ങനെ വെറുതെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അത് അച്ചാറിട്ടും ചെയ്യാം, അടമാങ്ങ, അങ്ങനെയൊക്കെ പല വിധത്തിൽ ചെയ്യാം. അപ്പോൾ ഞാനങ്ങനെ പച്ചമാങ്ങ ഉണക്കി കഴിക്കാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേപോലെ തന്നെ പഴുത്ത മാങ്ങ കുറച്ച് കൂടുതൽ കിട്ടിയപ്പോൾ ഭയങ്കര മധുരമൊന്നും തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഉണക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ തൊലിയൊക്കെ ചെത്തി ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് തൊലി കളഞ്ഞ് ഇനി നീളത്തിലുള്ള പീസസായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഒന്ന് എല്ലാം പൂളി എടുക്കാം. പൂളി മനസ്സിലായല്ലോ. അതിനുശേഷം ഇതുപോലെ നീളത്തിൽ അരിയാം. ഓരോ പൂളും ഇതുപോലെ നീളത്തിൽ അരിയാം. കുറച്ച് കട്ടിയുള്ള പീസസ് ആക്കണം കേട്ടോ, എങ്കിലേ അത് ഉണങ്ങുമ്പോൾ നമുക്ക് കഴിക്കാനുള്ളൊരു സൈസിൽ കിട്ടുള്ളൂ. വല്ലാതെ തിന്നായാൽ ഉണങ്ങി കഴിയുമ്പോൾ തീരില്ലാതാവും. അപ്പോൾ ഇതുപോലെ നീളത്തിൽ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 10 മാങ്ങയോളം ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഇങ്ങനെ മാങ്ങ ഉണക്കിയത് പച്ച മാങ്ങ ഈ പഞ്ചസാര സിറപ്പിലൊക്കെ ഇട്ട് പിന്നെ ഉണക്കിയൊക്കെ എടുക്കും. അപ്പോൾ അതിൽ ഭയങ്കര പഞ്ചസാര ഉണ്ടാവുമല്ലോ. ഇതിൽ ഇപ്പോൾ വേറെ ഒന്നുമില്ല, ഒരു മധുരത്തിനായിട്ട് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, വെറും ഈ മാമ്പഴം മാത്രം. നല്ല രസമാണ് കേട്ടോ അത്. ഈ വെയിലത്ത് ഉണങ്ങി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. ഞാൻ മുമ്പും ഒരു അച്ചാറിടുന്നൊരു രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആ വെയിലത്ത് വെച്ചിട്ട് ഒരു ദിവസം വെയിലത്ത് വെച്ചാൽ പോലും ഭയങ്കര ടേസ്റ്റ് വ്യത്യാസം വരും, നല്ല ടേസ്റ്റാണ് വരിക. അപ്പം ഞാൻ ഇതിൻ്റെ പിന്നാലെ ഒരു അച്ചാറിൻ്റെ റെസിപ്പിയും കൂടെ വരുന്നുണ്ട് കേട്ടോ. അടുത്ത 2-3 വീഡിയോ ഈ മാങ്ങയുടെ തന്നെ പലതരം വിഭവങ്ങളായിരിക്കും. അപ്പം ഞാനിത് മാങ്ങ എല്ലാം അരിഞ്ഞത് ഒരു മുറത്തിൽ വെച്ച്, സാധാരണ നമ്മൾ നല്ല വെയിലത്ത് വെക്കുമ്പോൾ ഇതുപോലുള്ള മുറം അല്ലെങ്കിൽ ഇങ്ങനെ പുൽപ്പായ അതൊക്കെയാണ് കൂടുതൽ നല്ലത്. ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ വെക്കുന്നത് അത്ര സേഫ് അല്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ മാമ്പഴം ഉണക്കാൻ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഒരു നെറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. അല്ലെങ്കിൽ ഈച്ച വരും, മാമ്പഴമാണല്ലോ, ഈച്ച വന്നിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു നെറ്റ് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ അതിങ്ങനെ കുറച്ച് സൈസൊക്കെ ഒന്ന് ചെറുതായിട്ടുണ്ടാവും, വെയിലൊക്കെ കൊണ്ടിട്ടൊന്ന് ചുരുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒട്ടിപ്പിടിച്ചിരിക്കുക മുറത്തിൽ. അപ്പോൾ നമ്മളത് ഒട്ടിപ്പിടിച്ചതൊക്കെ ഒന്ന് വിടിയിച്ച് ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഒരു 4 വെയിൽ, നല്ല വെയിൽ കൊള്ളിക്കണം, 4 ദിവസത്തെ വെയിൽ. ഇപ്പോൾ 4ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും അത് നന്നായിട്ട് 2 സൈഡും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പീസസ് എടുത്ത് നോക്കുമ്പോൾ അറിയാതെ ഞെങ്ങണൊന്നും ഉണ്ടാവില്ല, ഒരുവിധം നല്ല ഉണങ്ങി ഇങ്ങനെ ശുഷ്കിച്ച കോലത്തിലിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഉണക്കിയ മാമ്പഴം നമുക്കിനി ഒരു ചില്ല് കുപ്പിയിലിട്ട് വെക്കാം. പ്ലാസ്റ്റിക് അങ്ങനെ ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പ്രത്യേകം ചില്ല് കുപ്പി എന്ന് പറഞ്ഞത്. അത് നമുക്ക് കുറേ കാലം അത് വെക്കാം, ഒട്ടും കേടാവില്ല. കാരണം നല്ലോണം ഉണങ്ങി വന്നതാണല്ലോ, 2 സൈഡും നന്നായിട്ട്. അത് ശ്രദ്ധിക്കണം, ചില പീസസ് നല്ല കട്ടിയുള്ളതൊക്കെ ആണെങ്കിൽ ഉണങ്ങാൻ പ്രയാസം വരും. അപ്പോൾ അതൊന്ന് നോക്കണം. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറേ കാലം ഇത് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും, സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതതിന് സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും ഉണ്ടാവില്ല, കാരണം കഴിച്ചു തുടങ്ങിയാൽ നിർത്താൻ പറ്റില്ല, അത്രയും ടേസ്റ്റാണ്. ഒരു ചെറിയ മധുരവും പിന്നെ മാങ്ങ ഉണങ്ങിയ ഒരു ടേസ്റ്റ് അറിയാമല്ലോ, നല്ല രസമാണ് കഴിക്കാനായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കാം കേട്ടോ. കുറേ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ വെറുതെ കളയണ്ടല്ലോ, ഇങ്ങനെ ഉണക്കി വെച്ചാൽ നല്ല വെയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ അതേ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കുറച്ച് മഴയുടെ ഒരു വെയിൽ കുറവാണ്. അപ്പോൾ നല്ല വെയിലുള്ള സമയത്ത് ഇതുപോലെ ഉണക്കിയെടുത്ത് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കഴിക്കാം. ഇതുപോലെ തന്നെയുള്ള വേറൊരു രീതിയാണ് മാമ്പഴത്തേര ചെയ്യുന്നത്. അതായത് മാമ്പഴത്തിൻ്റെ ജ്യൂസ് എടുത്തിട്ട് മുറത്തിലോ അല്ലെങ്കിൽ പായലോ ഇങ്ങനെ തേച്ച് വെച്ചിട്ട് അത് ഉണക്കും. ഉണക്കിയിട്ട് അത് എടുത്ത് ചുരുട്ടി വെക്കും അല്ലെങ്കിൽ കട്ട് ചെയ്ത് വെച്ചാൽ കുറേ കാലം അത് ഇരുന്നോളും. അത് ആ ഒരു രീതിയിൽ ചെയ്യുന്നത് മാർക്കറ്റിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് കുറച്ചും കൂടെ എളുപ്പമാണ് കഴിക്കാനും ചെയ്യാനൊക്കെ. മാമ്പഴം അധികം കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കിക്കോളൂ, നല്ല ടേസ്റ്റാണ്. താങ്ക് യു.